തീ തുപ്പുന്ന ഒരു കിടിലം വണ്ടി. അതും ടാറ്റന്റെ നെക്സോൺ ആണ്, ഡീസലാണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ദുനിയാവുന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഇവിടുന്ന് സാധനം തരും കേട്ടോ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2020 ലാസ്റ്റ്. 20 മോഡല് ലാസ്റ്റ് ആണ്. ഏകദേശം ഒരു 11 മാസം രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എത്ര ഓടി ഉണ്ടാവും ഇത്? കറക്റ്റ് 1 ലക്ഷം ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞു. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനം. മേജർ സർവീസ് ഇപ്പോൾ കഴിഞ്ഞു. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിള് ഒരേ ഒരു ഓണർ, ഒരു ടെൻഷനും വേണ്ട. എക്സം ആണ്, അത് ഫുൾ ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ, ഫോൾഡിംഗ് മിറർ എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലെ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറ്റിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടി മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് അല്ല. ഇനി എടുക്കുന്ന ആൾക്ക് കണ്ണ് ചിമ്മിയിട്ടും കണ്ണ് തുറന്നിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എത്ര കൊടുക്കത്? ഇത് 5.65 കൊടുക്കുക. 5.65 ലോൺ ഇട്ട് കൊടുക്കുക. ഫുൾ ലോൺ. ഒരു നയാ പൈസ വേണ്ട. മൂപ്പര് പറയുന്ന വിലയും ഫുള്ള് ലോണും അല്ല. ഫിക്സഡ് പ്രൈസ് ആണ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീഡിയോ ചെയ്താൽ നല്ല ചൂടപ്പം പോലെ വിറ്റുപോകുന്ന കാറുകൾ വിറ്റുപോകുന്ന ഒരു അടിപൊളി ഷോറൂം. ഈ ഒരു മാസം തന്നെ 2ാമത്തെ വീഡിയോ ആണ് ഇവിടുന്ന് ചെയ്യുന്നുള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ മണ്ണാർക്കാട് ആര്യമ്പാവുള്ള പ്രിസിഷൻ യൂസർ കാറിലാണ്. സാധാരണക്കാർ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു ഷോറൂമാണ്. ഇവിടെ മാക്സിമം 7 സീറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ട്. അതായത് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ദുനിയാവിന്ന് എവിടുന്ന് കിട്ടുന്നേക്കാളും വില കുറച്ചതിന് ഇവിടുന്ന് വണ്ടികൾ കിട്ടും. ലോ ബഡ്ജറ്റ് നമ്മൾ പറയുമ്പോഴേക്ക് സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികൾ ചില ആളിലൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള ഒരു വാഹനങ്ങൾ ഒന്നും ഇല്ല കേട്ടോ. ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഇതിന്റെ ഓണറോട് ചോദിച്ചറിയാം. എന്നോടൊപ്പം ഉള്ളത് മുബഷിർ ഭായ് ആണ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? ഇങ്ങോട്ട്. പിന്നെ ഞമ്മയിപ്പോ ഈ ഒരു മാസം ഇപ്പൊ 2ാമത്തെ വീഡിയോ അല്ല, വീഡിയോ പിന്നെ പെട്ടെന്ന് വണ്ടികൾ പോകുന്നുണ്ടല്ലേ. മാഷാ അല്ലാഹ്. അതും നമ്മളെ വീഡിയോന്റെ പവർ അല്ല, നിങ്ങളെ വണ്ടിയുടെ പവറാണ്. നമ്മൾ ക്വാളിറ്റി ഉള്ള വണ്ടികളെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാറ്. മറ്റേ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററിൽ വണ്ടികൾ കയറ്റില്ല. എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ളൂ വണ്ടി പിന്നെ സെയിൽസിന് തന്നെ വിടുന്നത്. നമ്മൾ പിന്നെ 3 മാസത്തെ എഞ്ചിൻ വാറന്റി കൊടുക്കുന്നുണ്ട്. അതെ. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. മണ്ണാർക്കാട് പാലക്കാട് ഹൈവേ ആണ്. പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. അതിൽ കൊമ്പം ആര്യമ്പാവ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിൽ നമ്പർ ഉണ്ട് കേട്ടോ. 2 നമ്പർ ഉണ്ട്. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓരോ വണ്ടി ആയിട്ട് കാണിച്ചു കൊടുക്കല്ലേ. ബോലേറൊക്കെ ഉണ്ടല്ലേ? ബോലേറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ ആയിക്കോട്ടെ. സ്വിഫ്റ്റ് കാർ ആണ്, നേവി കളർ ആണ് കേട്ടോ. ബ്രോ ഇത് മോഡൽ എത്രയാണ്? ഇത് 2018 വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം? ഇത് 1 സംതിങ് ആണ്. കറക്റ്റ് സർവീസ് ഉള്ള ഒരു വാഹനം അല്ല. കറക്റ്റ് സർവീസ് ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് 4 ടയർ പുത്തനാണ്. 4 കടുംപുത്തൻ ടയർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. ഒരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. ഒന്നുമില്ല. ഒരു ധൈര്യത്തിൽ എടുക്കാൻ പറ്റും. വാറന്റി ഉണ്ടാവും. 3 മാസത്തെ നമ്മളെ വാറന്റി. 3 മാസം നിങ്ങൾ വാറന്റിയും കൊടുക്കും. നിങ്ങൾ ഷോറൂം വാറന്റി. ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് അറിയണത് 470 കൊടുക്കും. 470 ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഫുള്ള് ലോൺ കേട്ടോ. ഒരു പൈസ ഇല്ലാണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് പോവാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വണ്ടിന്റെ ക്വാളിറ്റിയാണ് മെയിൻ പ്രധാനം അല്ലെ, വേറൊന്നുമല്ല. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് വോക്സ് വാഗന്റെ പോളോ, അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. 5 അലോയ്സ് അല്ലെ. അതുപോലെ തന്നെ ഒരു 70-80% കട്ടയുള്ള ടയറും ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. പിന്നെ ബാക്കി ക്വാളിറ്റി കാര്യങ്ങൾ മൂപ്പരോട് ചോദിക്കാം. ഇത് മോഡൽ എങ്ങനെയാ? 2013 വണ്ടി. ഹൈലൈൻ അല്ലെ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നത്. എല്ലാ സെറ്റും അടക്കം. ഇനിയിപ്പോ വില കുറവാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലെ. നല്ല നീറ്റ് വണ്ടിയാ. ഈ മെക്കാനിക് എന്ത് പാട്? ഒന്നും കുഴപ്പമില്ല. നല്ല വൃത്തി ഉണ്ടല്ലേ. അല്ല പോളൊക്കെ എടുക്കുമ്പോ നോക്കണം ആൾക്കാർക്ക്. അതെ, എടുക്കുന്ന ആള് നല്ലോണം നോക്കണം. കാരണം എന്താ വെച്ചാല് പോളോ അറിയാലോ, ഭയങ്കര എക്സ്പെൻസ് ആണ്, മെയിൻ്റെനൻസ് ഒക്കെ. അതെ. അപ്പോ ഇത് ചെക്കന്മാർക്കൊക്കെ
ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി. ഒന്നാമത് എന്താ വെച്ചാല് നമ്മളെ ഈ പുതിയ NH66 ഇല്ലേ, അതിലൊക്കെ ഓടിക്കാൻ പറ്റിയൊരു വാഹനം. നല്ല പവർ ഉണ്ടാവും, പവർ, സേഫ്റ്റി. സേഫ്റ്റി, പിന്നെ എത്ര സ്പീഡ് പോയാലും അറിയില്ല. അതെ അതെ, വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇത് എത്ര ഓണർഷിപ്പ് ആയിക്കണ്? സെക്കൻഡ്, തേർഡ് ആയിക്കണം അല്ലേ? ഓക്കെ. എത്ര കൊടുക്കത്? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 2.70 കൊടുക്കാം. 2.70 കൊടുക്കാം. അതും ഡീസൽ വണ്ടിയാണ്, 13 പോളം. 1. എത്ര വരുന്നത്? 1.2 ആണ്. 2 ആണ് അല്ലെ? മൈലേജ് ഇല്ല മോഡൽ. ഇത് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നു നോക്കി. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതും ആൾട്ടോ K10 VXI ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം. ബ്രോ, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2015 ഓട്ടോമാറ്റിക് VXI. ഇത് ഗിയർ CVT ആ വരുന്നേ? അല്ല, AMT. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 90 വരുന്ന വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസാ. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, വണ്ടി തട്ടുമുട്ടൊന്നുമില്ല, മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് ആണ്. അല്ല, ഇത് 3 മാസത്തെ വാറണ്ടി ഉണ്ടാവും. 3 മാസത്തെ വാറണ്ടിയും കൊടുക്കാം എടുക്കുന്ന ആൾക്ക്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, തട്ടുമുട്ട് പരിക്കൊന്നും ഇല്ല കേട്ടോ. 90,000 ഓടിയിട്ടുണ്ട്. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ഫൈനൽ 2.70 കൊടുക്കാം. 2.70 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമോ? അല്ല, മാക്സിമം ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. എനിക്ക് അതിൽ കുറക്കാനില്ല. അതെ, ഫിക്സ് റേറ്റ് ആണ് കേട്ടോ. 2.70. അതിൽ താഴത്ത് പോകില്ല എന്നാ മൂപ്പര് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വാഹനം കൂടിയാണ്. ഒരു ഓട്ടോമാറ്റിക്, ഇന്ന് ഒരു സെക്കൻഡ് മാർക്കറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെങ്കിൽ മാക്സിമം 3 ലക്ഷം രൂപക്ക് കൊടുക്കേണ്ടി വരും നല്ല വണ്ടികൾക്ക്. അതേപോലെ തന്നെ നല്ലൊരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. തീ തുപ്പുന്ന ഒരു കിടിലം വണ്ടി, അതും ടാറ്റന്റെ നെക്സോൺ ആണ്, ഡീസലാണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ദുനിയാവുന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഇവിടുന്ന് സാധനം തരും കേട്ടോ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2020 ലാസ്റ്റ്. 20 മോഡല് ലാസ്റ്റ് ആണ്. ഏകദേശം ഒരു 11 മാസം രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കറക്റ്റ് 1 ലക്ഷം ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞു. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനം. മേജർ സർവീസ് ഇപ്പോൾ കഴിഞ്ഞു. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ. ഒരേ ഒരു ഓണർ, ഒരു ടെൻഷനും വേണ്ട. XM ആണ്, അത് ഫുൾ ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ, ഫോൾഡിംഗ് മിറർ എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലെ? ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറ്റിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടി മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് അല്ല. ഇനി എടുക്കുന്ന ആൾക്ക് കണ്ണ് ചിമ്മിയിട്ടും കണ്ണ് തുറന്നിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എത്ര കൊടുക്കരുത്? ഇത് 5.65 കൊടുക്കുക. 5.65 ലോൺ ഇട്ട് കൊടുക്കുക. ഫുൾ ലോൺ. ഒരു നയാ പൈസ വേണ്ട. മൂപ്പര് പറയുന്ന വിലയും ഫുള്ള് ലോണും അല്ല, ഫിക്സഡ് പ്രൈസ് ആണ്. ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. 5.65. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. നല്ല കിടിലം വണ്ടിയാണ്. നല്ല ഖീദുമത്തിന്റെ മഹീന്ദ്രന്റെ ബൊലേറോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അതും ആൾട്ടോ കാറിന്റെ പൈസ മതി കേട്ടോ ഈ വണ്ടി എടുക്കാൻ. നല്ല കിണ്ണം കാച്ചിയൊരു വാഹനമാണ്. ബ്രോ, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2011 വണ്ടി, അതും DI ടർബോ അല്ല? DI ടർബോ. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെ? 1.40. പിന്നെ 31 വരെ പുതിയ പേപ്പറാ. 31 വരെ ഒരു ടെൻഷനും വേണ്ട. പുതിയ പേപ്പർ എടുത്തുക്കണ്. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജറായിട്ടൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടോ അതില്? സോറി, തുരുമ്പ് ഒന്നുമില്ല, ഒക്കെ തീർത്താ. പ്ലാറ്റ്ഫോം ഒക്കെ പുത്തൻ പ്ലാറ്റ്ഫോം ചെയ്തതാണ്. ഇനി ഒരു പ്രശ്നമില്ല അല്ലേ? വണ്ടി മെക്കാനിക് എല്ലാം ഫിറ്റ് ആണ്. പുതിയ ബാറ്ററി, പുതിയ ടയർ എല്ലാം ചെയ്തിട്ടുണ്ട്. 5 വർഷത്തെ പുതിയ പേപ്പർ കൊടുത്തിട്ടുണ്ട്. വേറെ ഇനിയിപ്പോ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. ടയറൊക്കെ പുത്തനാണ്. വർക്കിംഗ് ആണ്. SLX ആണ്. പവർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ അല്ല? SLX അല്ല, ഓട്ടോ SLX. ഓക്കെ. മാക്സിമം എത്ര നിങ്ങൾ ചോദിക്കണല്ലോ? എത്രയാണ്? 2.95 ആണ് ഫൈനൽ റേറ്റ് ആണ്. 2.95. 2011 DI ടർബോ. 2.95 ആണ് കേട്ടോ. വില കൂടുതലൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. മാർക്കറ്റിനേക്കാളും താത്തിയിട്ടാണ് മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമല്ല. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ വീണ്ടും ഒരു ആൾട്ടോ കാറിന്റെ പൈസ ഹോണ്ട സിറ്റി കൊടുക്കാം അല്ല? ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങളൊന്ന് ഫുള്ളൊന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ. 2009 പുതിയ പേപ്പർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അല്ല. 90 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി വണ്ടി. 90 ജെനുവിൻ കിലോമീറ്റർ അല്ല? തിരിച്ചു മറിച്ചൊന്നല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ പഴയ വണ്ടിയാണ് തിരിച്ചു മറിച്ചെന്ന് സംശയം ഉണ്ടാവും ആൾക്കാർക്ക്. ചെക്ക് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കും. വണ്ടിയാണ്. IV ടെക് എഞ്ചിൻ അല്ല?
വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഇടിയും കുത്തൊന്നുമില്ല. എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് കയറിനാ? ഒന്നും കമ്പനിന്ന് വന്ന അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുമല്ലോ ഇതില്. അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് എത്ര കൊടുക്കാം സാർ? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 2.65 2.65 കൊടുക്കാം. 2.65 ലോൺ കിട്ടോ? ലോൺ കിട്ടും, പകുതിയോളം ലോൺ കിട്ടും. പകുതിയോളം ലോണും കിട്ടും അല്ലെ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. മൈലേജ് കൂടുതൽ കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല തീ തുപ്പുന്ന ഒരു ടാറ്റന്റെ നെക്സോൺ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നല്ല കിണ്ണം പോലത്തെ വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? അത് 2019 വണ്ടി അല്ല? വണ്ടി ഓട്ടോമാറ്റിക് നെക്സോൺ 90,000 കിലോമീറ്റർ ഓടി. ആകെ ഓടിയുള്ള 90,000 കിലോമീറ്റർ. ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. കാര്യങ്ങളും അല്ല, ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ. ഓക്കെ, വേറെ ഒരു പ്രശ്നമില്ല. ഈ വണ്ടിയുടെ പ്രത്യേകത അതിന്റെ ആവറേജ് മൈലേജ് കാണിക്കുക 25 കിലോമീറ്റർ. 25 ആവറേജ് മൈലേജ് കാണിക്കുന്ന ഒരു വാഹനം. അതെ അല്ല, അതെ, അത് കിട്ടുന്നുണ്ട്. ഇനി ആ ഒരു മൈലേജ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്രയ്ക്ക് പക്കാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഫുൾ മെക്കാനിക്, ഫുൾ ഫിറ്റ്. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് 5.70 കൊടുക്കാം. 5.70 കൊടുക്കാം. അത് മാക്സിമം ഫുള്ള് ലോൺ. ഒരു നയാ പൈസ ഇല്ലാണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാട്ടോ. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് 7 സീറ്റർ വണ്ടി, അതും മഹീന്ദ്രന്റെ XUV ആണ്. XUV-നോട് കമ്പം ഇല്ലാത്ത ആൾ ആരും ഉണ്ടാവില്ല അല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് XUV. ഇത് ബ്രോ എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ? ഇത് W8 ഫുൾ ഓപ്ഷൻ 2013 വണ്ടി. 13 ഫുൾ ഓപ്ഷൻ വണ്ടി. 2013 14 രജിസ്ട്രേഷൻ. 14 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 70,000 കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി. മേജർ സർവീസ് ഇപ്പൊ കഴിഞ്ഞു. ടൈമിയോറിക്കലി ഒരു വർക്കും ഇനി പെൻഡിങ് ഇല്ല. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി മേജർ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പീരിയോഡിക്കലി സർവീസ് ആണത്. അങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടിയാ. നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാ. അതെ, ഓക്കെ. നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ആൾക്ക് കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. 3 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 5.30. 5.30 കൊടുക്കാം അല്ലെ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? 4 ലക്ഷം വരെ ലോൺ. 4.5 രൂപ ലോൺ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. AC-യും പവർ സ്റ്റിയറിംഗും വരുന്ന ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത വിലയിൽ ഈ വണ്ടി നിങ്ങൾക്ക് തരും കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ബ്രോ ഇത് മോഡൽ എങ്ങനെയാണ്? 2009 29 വരെ 29 വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷൻ വേണ്ട. വണ്ടി ഇടിമുത്തൊന്നുമില്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല. ജെനുവിൻ ആണ്. കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അല്ല. ഒരു പ്രശ്നങ്ങളില്ല. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ പിന്നെ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. കട്ടയിൽ ടയർ ഉണ്ട് അല്ല. പിന്നെ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ടയർ മാറ്റണം, പിന്നെ അത് ചിലരുടെ ചെലവുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്ര കൊടുക്കുന്നത്? ഇത് 90 രൂപ കൊടുക്കാം. 90,000 രൂപ അല്ല. ഓക്കെ, ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ 2 വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ആദ്യം നമുക്ക് നല്ല കിളിച്ചുണ്ടൻ മാമ്പഴം പോലത്തെ ഒരു നാനോ കാർ നോക്കാം. ബ്രോ എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് എക്സ്ചേഞ്ച് വന്നാണ് ആരിസ്ക. ഓക്കെ. ഇത് 2012 വണ്ടി. AC-യും പവർ വിൻഡോവും പവർ സ്റ്റിയറിംഗ് ഇതിൽ വന്നിട്ടില്ല അല്ല? അന്ന് വന്നിട്ടില്ല. അതെ. വേറെ AC പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? AC തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 12 മോഡലാണ്. ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കട്ടയുള്ള ടയർ കാര്യങ്ങളൊക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇതൊരു 80 ഓടിയിട്ടുണ്ടാവും. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ മൈലേജ് എത്ര ഉണ്ടാവും? 20 മുകളിലുണ്ടേ. 20 മേലെ മൈലേജ്. നാനോല് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി 20 കിലോമീറ്ററിൽ മേലെ മൈലേജ് കിട്ടുന്നത്. അതിന് ശേഷം ഇറങ്ങിയത് കുറച്ച് കമ്മിയുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും. എത്രയാണ് ഇത് ഉദ്ദേശിക്കുന്ന റേറ്റ്? ഇത് 45 രൂപ. വെറും 45,000 രൂപ കൊടുക്കുക അല്ലെ? പേപ്പർ കാര്യങ്ങളൊക്കെ ഒക്കെ 27 വരെ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഇവിടെ ഒരു മാരുതി കാർ. ഇതെങ്ങനെയായിരുന്നു? 2006 MBFI. 2006. എത്ര വരെ പേപ്പർ ഉണ്ടാവും? അതിന് 8 മാസത്തെ പേപ്പർ. ഇനിയൊരു 8 മാസം കൂടി ഉണ്ടാവും അല്ലെ? ഓക്കെ. വേറെ തട്ടുമുട്ട് പരക്കുക. MPFI എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടും. അത് എക്സ്ചേഞ്ച് വന്നാണ് ആരിസ്ക. 4 ടയറും പുത്തനാണ്. അത് ഈ ഓഫർ പ്രൈസ് 40 രൂപ കൊടുക്കാം. വെറും 40,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം തന്നെ. ഓഫർ പ്രൈസിന് കൊടുക്കല്ലേ? അതായത് സ്കൂട്ടറിൽ പോകുന്ന ഒരു ഫാമിലിക്ക്
അതെ, സ്കൂട്ടറിന്റെ അതേ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ രണ്ട് സെക്കൻഡ് സ്കൂട്ടറിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പുതിയ എടുക്കണമെങ്കിൽ ഏകദേശം 1,20,000 മേലെ കൊടുക്കാം. അപ്പോ സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് ഈ വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഒരു കറുത്ത മുത്ത് സണ്ണിയാണ്, ഡീസലാണ്, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങള്, മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ. അതും ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഈ മോഡൽ എത്രയായിരുന്നു? 2014 വണ്ടി. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ കറക്റ്റ് 1 ലക്ഷം, കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം പക്ക. ഹിസ്റ്ററി കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും തന്നെ. ഇത് XV വേരിയന്റ് ആണ്, ടോപ്പ് എൻഡ് വരുന്നത്. ടോപ്പ് എൻഡ് XV ആണ് ഓപ്ഷൻ വരുന്നത്. ആൻഡ്രോയിഡ് ഉണ്ടാവും, ആൻഡ്രോയിഡ് ഉണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ്രോയിഡ് അലോയ്സ് പുഷ് ബട്ടൺ വരുന്നുണ്ട്, സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. ഒന്നും നോക്കാനല്ല, സീറ്റിന്റെ അതെ, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. അതെ, ഒരു ബെൻസ് BM-ന്റെ ഉള്ളിൽ കാണുമ്പോൾ ഉള്ളതല്ലോ വണ്ടിന്റെ. വേറെ റീപ്ലേസ് തട്ടുമുട്ട് ഇടിമുത്തൊന്നുമില്ല. ഇത് വില നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോ ഇവിടെ കാണിക്കുന്ന ലാസ്റ്റ് വാനാണ് കേട്ടോ ഈ സണ്ണി. ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ആവശ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്, അതിൽ വിളിച്ചോ. പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്താൽ തീർച്ചയായും. ഓക്കെ. അപ്പോ വില ഒന്ന് പറഞ്ഞോളി. 3,40 കൊടുക്കാം. 3,40. അത് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം 2 ലക്ഷം വരെ സണ്ണിക്ക് ലോൺ കയറും. അത്ര കയറും അല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ.